ഞാൻ നമ്മുടെ കൊല്ലം റെയിൽവേ സ്റ്റേഷനിലെ മൾട്ടി ലെവൽ കാർ പാർക്കിംഗ് കാണാൻ വേണ്ടി വന്നതാണ്. നമ്മുടെ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി ഫെബ്രുവരി 14-നാണ് ഇത് ഉദ്ഘാടനം ചെയ്തത്. നിലവിൽ ബൈക്കുകൾക്കും കാറുകൾക്കുമാണ് ഇവിടെ പാർക്കിംഗ് അനുവദിച്ചിരിക്കുന്നത്. താഴെ ഗ്രൗണ്ട് ഫ്ലോറിൽ ഏകദേശം 220ഓളം ബൈക്കുകൾക്ക് അറ്റ് എ ടൈം പാർക്ക് ചെയ്യാനുള്ള സൗകര്യമുണ്ട്. മാത്രമല്ല ഹെൽമറ്റുകൾ എല്ലാം കീപ്പ് ചെയ്യാനായിട്ട് ഇവർ പ്രത്യേകം സൗകര്യങ്ങളും ഒരുക്കിയിട്ടുണ്ട്. സെക്കൻഡ് ഫ്ലോറിലാണ് കാറുകൾക്കുള്ള സൗകര്യം ഒരുക്കിയിരിക്കുന്നത്. അറ്റ് എ ടൈം ഏകദേശം 130ഓളം കാറുകൾ ഇവിടെ പാർക്ക് ചെയ്യാനുള്ള സൗകര്യമുണ്ട്. മാത്രമല്ല ഫ്യൂച്ചറിൽ EV കാറുകൾ ചാർജ് ചെയ്യാനുള്ള സൗകര്യങ്ങൾ ഇവിടെ ഒരുക്കുന്നുമുണ്ട്. ഇതിന് പുറമെയായിട്ട് പുതിയ പ്രോജക്റ്റുകൾ ഇവിടെ ഓപ്പണായി വരുന്നുമുണ്ട്. നിലവിൽ പുതിയകാവ് അമ്പലത്തിൻ്റെ ഓപ്പോസിറ്റായിട്ടാണ് പുതിയ പാർക്കിംഗ് വരുന്നത്. മാത്രമല്ല പഴയ പാർക്കിങ്ങിൽ ഇപ്പോഴും സൗകര്യങ്ങൾ ഉണ്ട്. അപ്പോൾ നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായാൽ മറക്കാണ്ട് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. താങ്ക് യു. ഞാൻ നമ്മുടെ കൊല്ലം റെയിൽവേ സ്റ്റേഷനിലെ മൾട്ടി ലെവൽ കാർ പാർക്കിംഗ് കാണാൻ വേണ്ടി വന്നതാണ്. നമ്മുടെ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി ഫെബ്രുവരി 14-നാണ് ഇത് ഉദ്ഘാടനം ചെയ്തത്. നിലവിൽ ബൈക്കുകൾക്കും കാറുകൾക്കുമാണ് ഇവിടെ പാർക്കിംഗ് അനുവദിച്ചിരിക്കുന്നത്. താഴെ ഗ്രൗണ്ട് ഫ്ലോറിൽ ഏകദേശം 220ഓളം ബൈക്കുകൾക്ക് അറ്റ് എ ടൈം പാർക്ക് ചെയ്യാനുള്ള സൗകര്യമുണ്ട്. മാത്രമല്ല ഹെൽമറ്റുകൾ എല്ലാം കീപ്പ് ചെയ്യാനായിട്ട് ഇവർ പ്രത്യേകം സൗകര്യങ്ങളും ഒരുക്കിയിട്ടുണ്ട്. സെക്കൻഡ് ഫ്ലോറിലാണ് കാറുകൾക്കുള്ള സൗകര്യം ഒരുക്കിയിരിക്കുന്നത്. അറ്റ് എ ടൈം ഏകദേശം 130ഓളം കാറുകൾ ഇവിടെ പാർക്ക് ചെയ്യാനുള്ള സൗകര്യമുണ്ട്. മാത്രമല്ല ഫ്യൂച്ചറിൽ EV കാറുകൾ ചാർജ് ചെയ്യാനുള്ള സൗകര്യങ്ങൾ ഇവിടെ ഒരുക്കുന്നുമുണ്ട്. ഇതിന് പുറമെയായിട്ട് പുതിയ പ്രോജക്റ്റുകൾ ഇവിടെ ഓപ്പണായി വരുന്നുമുണ്ട്. നിലവിൽ പുതിയകാവ് അമ്പലത്തിൻ്റെ ഓപ്പോസിറ്റായിട്ടാണ് പുതിയ പാർക്കിംഗ് വരുന്നത്. മാത്രമല്ല പഴയ പാർക്കിങ്ങിൽ ഇപ്പോഴും സൗകര്യങ്ങൾ ഉണ്ട്. അപ്പോൾ നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായാൽ മറക്കാണ്ട് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. താങ്ക് യു.